ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ. ഓൾറെഡി നമുക്കിതുമ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഹോണ്ടയുടെ ജെനുവിൻ പാർട്സ് തന്നെയാണ്, കമ്പനി ആയിട്ടാണ്. നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ സൈഡിൽ, അതായത് ഗിയർ ട്രാൻസ്മിഷൻ്റെ ഓയിൽ ഓൾറെഡി ലെവൽ വളരെ കുറവ് കാണുന്നുണ്ട്. തന്നെയെല്ലാം മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഗിയർ ഓയിൽ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. അതേപോലെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി കമ്പനി ഹോണ്ടയുടെ ജെനുവിൻ പാർട്സ് തന്നെ കിടക്കണേ, വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും. ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. CVT ക്ലച്ച് നമ്മൾ ചെക്കിങ്ങിൻ്റെയും ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ്. നിലവിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി റോളറൊക്കെ ആയാലും വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഇത് ബെൻഡെക്സ് യൂണിറ്റാണ്, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. CVT ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ് ഇത് കേട്ടോ. നിലവിൽ ഓക്കെയാണ്, വർക്കിങ്ങും കംഫർട്ടാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട്. ബെൽറ്റ് കിടക്കുന്നത് യൂസ് ചെയ്തേക്കുന്നത് ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെയാണ്, ജെനുവിൻ പാർട്സാണ്. ചെറിയൊരു ക്രാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ മാറ്റേണ്ട ആവശ്യമില്ല, ഓടിക്കോളും, ഉപയോഗിക്കാൻ കിട്ടും എന്തായാലും കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം യൂസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ക്ലച്ചിനകത്ത് അത്രയേ ഉള്ളൂ, നല്ലൊരു വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്കിംഗ് ഓക്കെയാണ്, ആക്സിലേറ്റർ കേബിളായാലും വർക്കിംഗ് ക്ലിയറാണ്. പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഓൾറെഡി നമുക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഫോം ടൈപ്പാണ് വരാം. അതിൻ്റെ ലൊക്കേഷൻ വന്നത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലാണ്, ഈ സൈഡിലായിട്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഏകദേശം ഒരു 50 രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആണ്. അതിൻ്റെ ഈ സെൻട്രൽ പറഞ്ഞ ഈ ഫൈബർ ബുഷാണ് അതിൻ്റെ ഉള്ളിൽ വരാം, ഫൈബർ വിത്ത് മെറ്റൽ കൂടിയിട്ട്. അപ്പോൾ മെറ്റൽ ബുഷ് നല്ല രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫൈബറും അതിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റൽ കോളർ ബുഷും കൂടി ഒപ്പമാണ് തേയ്മാനം വരാം. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് മാറണമെന്നില്ല. തൽക്കാലം ഒരു സ്റ്റെപ്പ് നമുക്ക് അതിൻ്റെ കോളർ മാത്രം മാറ്റി കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാം. പിന്നെ ബ്രേക്ക് കേബിളിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും ചെക്ക് ചെയ്യുമ്പോൾ ഔട്ടർ ഈ കേബിളിൻ്റെയൊക്കെ ഔട്ടർ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വലിയ പ്രശ്നമെന്ന് പറയാനില്ല, നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. വലിയ പ്രോബ്ലമായിട്ട് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ഓൾറെഡി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, അത് വണ്ടി പർച്ചേസ് ചെയ്തപ്പോൾ ഒന്നാണ് ബാറ്ററിയാണ്. എൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.59 വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് കൊടുക്കുമ്പോൾ കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ്, പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ മാറ്റി ചെയ്യലും കുഴപ്പമൊന്നുമില്ല. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ബാറ്ററി ആണെന്നുള്ള ദിവസം മനസ്സിലാക്കാം. കാരണം ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിച്ചത് കേട്ടോ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ആയാലും അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ട് കവർ നമുക്കിവിടെ ഓൾറെഡി പൊട്ടിപ്പോയിട്ടുണ്ട്, വണ്ടി മറിഞ്ഞു കൊണ്ടിട്ടേക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് സൈഡും ഇവിടത്തെ മുകളിലത്തെയൊക്കെ കാലം ഇടുന്നേക്കാണ്. അപ്പോൾ തൽക്കാലം നമുക്കൊരു ക്ലാമ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. എന്നാലും എങ്ങനെ നോക്കിയാലും പക്കാ ക്ലിയറിലേക്ക് ആവില്ല, ചെറിയ സൗണ്ടൊക്കെ ഫ്രണ്ടിൽ നിന്നുണ്ടാവും, വൈബ്രേഷൻ സൗണ്ട്. ഇനി ഭാഗത്തേക്ക് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. അതേപോലെ തന്നെ പ്ലഗിൻ്റെ ഭാഗം നമ്മളൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗും എയർ ഫിൽട്ടറും കൂടി ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്തരം കേസാണ് നമ്മളത് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് അതിൻ്റെ സർവീസ് ചെയ്യുന്ന കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 19,134 ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴത്തെ സർവീസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ എയർ ഫിൽറ്ററും പ്ലഗും ചേഞ്ച് ചെയ്യേണ്ടി വരും. സാധാരണ 10,000-12,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് ചെയ്യേണ്ടി വരാം കേട്ടോ. അപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം, കാർബറേറ്റർ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം. ബാറ്ററിയുടെ കേസ് ശ്രദ്ധിക്കുക, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ബാറ്ററി ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിച്ചേക്കണേ. കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിയാൽ മതി. തൽക്കാലം ഇൻഫോം ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം. ഓക്കെ.